സ്വർണ്ണപ്പാളി വിഷയത്തിൽ ശരിയായ അന്വേഷണം നടക്കണം എന്നതാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറയുന്നത്. കുറ്റവാളികളെ കണ്ടെത്തേണ്ടതുണ്ട്, അവരിൽ നിന്ന് മുതൽ ഈടാക്കണം എന്നും NSS നിലപാടിപ്പോൾ സ്വീകരിക്കുന്നു. അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നില്ലെങ്കിൽ ആ സമയത്ത് ശക്തമായി പ്രതികരിക്കുമെന്നും സുകുമാരൻ നായർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണം വല്ലതും ഉണ്ടോ സാറേ നിലവിൽ? അത് അതിന്റെ അന്വേഷണം നടക്കുകയല്ലേ? അതെ അന്വേഷണം ഇന്നലെ ഹൈക്കോടതി തന്നെ ചോദിച്ചത് ഈ സ്വർണ്ണം എല്ലാം കൂടെ മറിച്ച് വിറ്റോ എന്നൊരു സംശയമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതന്നെ, അതിനിടയിൽ കയറിയ അഭിപ്രായം നമ്മൾ പറയേണ്ട നമ്മുടെ നാട്ടില് കോടതിയുണ്ട്, ഗവൺമെന്റ് ഉണ്ട്, ഗവൺമെന്റിന്റെ സംവിധാനങ്ങളുണ്ട്. അതിന് അന്വേഷണം നടക്കുന്നുണ്ട് രണ്ടിടത്തും. അന്വേഷണം നടക്കട്ടെ, കുറ്റവാളികളെ കണ്ടുപിടിക്കണം, മുതൽ ഈടാക്കണം, അവരെ ശിക്ഷിക്കണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അത് ശരിയാവണ്ണം നടക്കുന്നില്ലെങ്കിൽ അന്നേരം അഭിപ്രായം പറയുന്നതല്ലേ ശരി. പ്രതിപക്ഷമൊക്കെ പറയുന്നത് സർക്കാരും ഇതിന്റെ പങ്കാളിയാണ്. അതൊക്കെ രാഷ്ട്രീയമാണ്. അത് വേറെ നമുക്ക് രാഷ്ട്രീയം ഇല്ലല്ലോ. അതുകൊണ്ട് ആ രീതിയിൽ വേണ്ട നമ്മുടെ നിലപാടെടുക്കാൻ. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇവര് ഈ സംശയങ്ങളൊക്കെ ഇത് വരുന്നത്. അതെല്ലാം ദൂരീകരിച്ച് അവരെ ഒരു ഫൈൻഡിങ്ങിൽ എത്തട്ടെ. അതല്ല ആ പോക്ക് കൊണ്ട് പോരാ എന്ന് തോന്നുകയാണ് ഞാൻ അന്നേരം പ്രതികരിക്കാൻ. മറ്റുള്ളതൊക്കെ രാഷ്ട്രീയമാണ്. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷിനോജ്, NSSന്റെയും SNDPയുടെയും ഒക്കെ പ്രതികരണങ്ങൾ അത് വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ. കാരണം ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന്റെ നിലപാടിന് ഒപ്പമായിരുന്നു NSSും SNDPയും ഉണ്ടായിരുന്നത്. പ്രതികൾ പങ്കെടുക്കുകയും ചെയ്തു. ഇപ്പോഴുണ്ടായ വിവാദത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അക്കാര്യത്തിലുള്ള NSSന്റെ നിലപാട് ഏത് തരത്തിൽ വിശദീകരിക്കാം? രതീഷ്, കഴിഞ്ഞ 30-ാം തീയതിയാണ് മാതൃഭൂമി ന്യൂസ് ഇത്തരത്തിൽ ഈ വാർത്ത, സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വാർത്ത ആദ്യമായി പുറത്തേക്ക് വിടുന്നത്. ആ സമയത്ത് NSSന്റെ പ്രതികരണം എന്ന് പറയുന്നത് തീർത്തും ദുർബലമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കട്ടെ എന്ന തരത്തിലുള്ളൊരു ദുർബലമായ ഒരു പ്രതികരണമായിരുന്നു NSSന്റെ ഭാഗത്തുനിന്ന് ആ സമയത്ത് വന്നിരുന്നത്. പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ വരുന്നു. അങ്ങനെ ഈ വിഷയം എന്താണ്, ഈ വാർത്ത നമ്മളന്ന് പുറത്തേക്ക് വിട്ട വാർത്ത എന്ന് സംബന്ധിച്ച് NSSന് പോലും ഒരു ബോധ്യമുണ്ടാകുന്നു. NSS ഇന്നിപ്പോൾ പറയുന്നത് എന്താണ് അവിടെ നടന്നത് സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം നടന്നതിന് ശേഷം അന്വേഷണം ശരിയായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ സമയത്ത് ശക്തമായ രീതിയിൽ NSS പ്രതികരിക്കും. എന്തായാലും നിലവിൽ ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണം, അത് ഞങ്ങൾ വിശ്വാസമുണ്ട്, ആ രീതിയിലുള്ള അന്വേഷണമൊക്കെ അതിന് മുന്നോട്ട് പോകട്ടെ. ആരെങ്കിലും അത്തരത്തിൽ സ്വർണം കട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ രീതിയിലുള്ള ശിക്ഷ നൽകണം, അവരിൽ നിന്ന് മുതൽ ഉൾപ്പെടെ ഈടാക്കണം എന്നാണ് NSS ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ദിവസങ്ങൾ കഴിയുന്നതനുസരിച്ച്, അതായത് 30-ാം തീയതി ഇത്തരത്തിൽ വാർത്ത വരുന്ന സമയത്ത് ഒരു ദുർബലമായ നിലപാടാണ് NSS ആദ്യം സ്വീകരിച്ചതെങ്കിൽ ഇപ്പോൾ ഒരു ശക്തമായ നിലപാടിലേക്ക് NSS പോകുന്നു. വരും ദിവസങ്ങളിൽ ഇതിനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായ രീതിയിലുള്ള ഭാഷയിലുള്ള പ്രതികരണം NSSന്റെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഷിനോജ് എസ് ടിയാണ് NSSന്റെ നിലപാടുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ് നൽകിയത്. NSSും നിലപാട് കടുപ്പിക്കുന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ഷിനോജ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം വന്നു. ശബരിമല അയ്യപ്പനെ ഒഴികെ ബാക്കിയെല്ലാം മോഷ്ടിച്ചു എന്ന തരത്തിൽ രൂക്ഷമായ പ്രതികരണമാണ് യോഗനാഥത്തിലും പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ഉണ്ടായത്. സമാനമായൊരു സ്റ്റാൻഡിലേക്ക് NSSും എത്തുകയാണോ? രതീഷ്, ഇതിലൊരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു രൂക്ഷമായ ഭാഷയിലും ഇപ്പോഴും ഈ സംഭവത്തിൽ പ്രതികരിക്കാൻ NSS ഇതുവരെയും തയ്യാറായിട്ടില്ല. അന്വേഷണം നടക്കട്ടെ, കാരണം നമ്മുടെ നാട്ടിൽ നിയമവും സംവിധാനമൊക്കെ തന്നെ ഉണ്ടല്ലോ. അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്നതിന് ശേഷം അന്വേഷണം അല്ലെങ്കിൽ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ആ സമയത്ത് സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിനെതിരെയോ ആ രീതിയിൽ പ്രതികരിക്കാമെന്നാണ് ഇപ്പോൾ NSS വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നിലവിലെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന തരത്തിലാണ് NSSന്റെ പ്രതികരണം എന്ന് പറയുന്നത്. അതേസമയത്ത് തന്നെ ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ 30-ാം തീയതി വാർത്ത വരുന്ന സമയത്തുണ്ടായിരുന്ന പ്രതികരണത്തെക്കാൾ അപേക്ഷിച്ച് ഒരു രൂക്ഷമായ ഭാഷയിൽ, കാരണം അതിൻ്റെ ഈ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് സംബന്ധിച്ച് NSSന് ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കണമെന്ന് NSS പറയുന്നത്. ഒപ്പം ഇതിൽ കുറ്റവാളികളായ ആളുകളെ മുന്നോട്ട് കൊണ്ടുവരണം, അവരിൽ നിന്ന് തക്കതായ രീതിയിലുള്ള ശിക്ഷ നൽകണം, അവർക്ക് ഈ മുതൽ ഉൾപ്പെടെ അവരിൽ നിന്ന് തന്നെ തിരിച്ചു പിടിക്കണമെന്ന് NSS പറയുമ്പോൾ ഇതിൻ്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് സംബന്ധിച്ച് NSSന് ഇപ്പോൾ തന്നെ വ്യക്തമായിട്ടുണ്ട്. പ്രത്യേകിച്ച് NSSനും SNDPക്കും ഉൾപ്പെടെയുള്ള ഈ സമുദായ സംഘടനകൾക്കൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നമ്മൾ തന്നെ പുറത്തുവിട്ട പല വാർത്തകളിലും ഒക്കെ തന്നെ എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ നിലപാട് ഘടിപ്പിക്കാൻ SNDPക്ക് പിന്നാലെ എന്താണ് ഷിനോജ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ